ഉലുവയ്ക്കൊക്കെ 4000 ഉലുവയെന്നൊക്കെ. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ പൊട്ടറ്റോനെ കണ്ടു. ഈ പൊട്ടറ്റോ, പാമ്പ് ഇതൊക്കെയാണ് എന്റെ തിരികെ ബോസിന്റെ കൈ കൊടുത്തോ? അദ്ദേഹം എന്തു പറഞ്ഞു? ഇല്ല, അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ പണം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കാണ് കൊടുത്തത്. അത് അദ്ദേഹത്തിന് കൈമാറാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത്രയും വലിയ തുകയോ? മണ്ടൻ തൊഴിലാളി. അതിലെ ഓരോ പണവും കൃത്യമായി തിരികെ നൽകി. വെറും ഒരു പിച്ചക്കാരൻ കിഴങ്ങിന് പ്രമോഷനും ഇതുപോലൊരു വീട്ടിലും താമസിക്കാൻ എന്ത് യോഗ്യതയുണ്ട്? അതുകൊണ്ട് ഈ പണം എന്റെ കയ്യിലിരിക്കട്ടെ. ഇന്ന് എന്നെ കാണാൻ ആരെങ്കിലും വന്നിരുന്നോ? നിങ്ങൾ കൊറേ വെജിറ്റബിൾസിനെയും ഫ്രൂട്ട്സിനെയും ഒക്കെ ഹേറ്റ് ചെയ്തു പോവും. എന്റെ വീട് ഇപ്പൊ ഇതാണ്. ഇങ്ങനത്തെയാണ് വീട്. ഇത് ഞാനിപ്പോ കണ്ടതാ നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചു വിട്ടെന്നാ. അയ്യോ, ഞാൻ പിന്നെ നോട്ട് ഇൻട്രസ്റ്റ് ഒന്നും അടിച്ചു വിടാറില്ല. ഇരുന്ന് കാണും. എന്നിട്ട് എന്റെ വീട് മൊത്തം ഞാൻ അതാക്കും. എന്റെ ഇൻസ്റ്റ വീട് ഇതാണ്. ഹായ് കിങ്, വെൽക്കം ടു ദ ലൈവ് ഡാ. അനിരുദ്ധ് കുക്ക്. ജോക്കിക്ക് വയ്യ. ജോക്കിക്ക് വയ്യെങ്കിലും 10 തെറി പറഞ്ഞിട്ട് പോകാൻ വന്നതാണ് എന്നെ. പോയി ഇത് നമ്മുടെ 73 സിയർ. പോടാ. എന്താ പെട്ടെന്ന് ഞാനൊരു 73 സിയറിന്റെ കണക്ക് ഇവിടെ എഴുതി വെച്ചിട്ടാണ്. ഇതുവരെ അതിനകത്തൊരു 70,000 രൂപ പോലും ആയില്ലല്ലോ എന്ന് ആലോചിച്ച് ഞാൻ കരഞ്ഞതാ. കേട്ടായിരുന്നു. I have a message where Access Bank, right? സാബ്ഗുരു എനിക്കല്ല. സാബ്ഗുരു എനിക്ക് വേണ്ട. സാബ്ഗുരു ജോക്കിക്ക് എനിക്ക് അയച്ചോ കാശ്. സാബ്ഗുരു ബാലയാ ഹായ്ടാ. ഇതെല്ലാരും സാബ്ഗുരുവിന് ടാറ്റ പറ. മിസ്റ്റർ അനിരുദ്ധ് அவருக்கு நான் ஒரு பேர் வைக்கலான் இருக்கேன். MDS மியூசிக்கல் டிபார்ட்மெண்டல் ஸ்டோர். இந்த ஸ்டோரை திறந்து நீங்க உள்ள போயிட்டீங்கன்னா அன்லிமிட்டடா சாங்ஸா இருக்கட்டும், பிஜிஎம்மா இருக்கட்டும், இல்ல பேக்ரவுண்ட் ஸ்கோர்ல இருந்து பிட் சாங்ஸா இருக்கட்டும், என்ன டிசப்பாயிண்ட் பண்ணதே இல்லை. അതുപോലെയാണ് മറ്റേ പയ്യൻ സായി. സാബ്ഗുരു പോയി. അല്ല സാബ്ഗുരു സാബ്ഗുരു മ്യൂട്ട് ആയിരുന്നു. നിന്റെ റിയൽ നെയിം എലി എന്നാണോ? എന്റെ റിയൽ നെയിം എലി എന്നാണ്. പുള്ളി സീനല്ലേ, പുള്ളി ഭയങ്കര സീനല്ലേ. Even the first narration itself being okay, there is a grandfather's character, Mambarakal Amadal, and we started discussing who is going to be Amadal. So all of us wanted Mohanlal sir. കുഞ്ചാക്കോവിനെ നേരിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. നല്ല സമയദോഷമുണ്ട് സാബ്ഗുരുവിന്. 5 മിനിറ്റ് നഷ്ടമായത് 4000 രൂപയെന്ന്. സത്യമല്ലേ? സത്യം. അടുത്തൊരു ജോക്ക് രണ്ട് കില്ല്. അടുത്ത നോക്ക്, മൂന്നാമത്തെ നാലാമത്തെ വാറ്റ് പോകൂ. എന്തൊരു അടി അടിച്ച് വാറ്റ് പോകുന്റെ കമ്പാക്കാണോ? കമ്പാക്ക് ആയിരുന്നു. ഇന്നലെ ഞാൻ കുറച്ച് കണ്ടായിരുന്നു. ഞാൻ കുറച്ചു നേരം കണ്ടായിരുന്നു. ഇന്നലെ ടിവിന്റെ മാച്ച് ഞാൻ കണ്ടു. ആംബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ കിക്സ് മാൻ. താങ്ക് യു. ഗോകുന്റെ പിയർ അതാണ്. പിയർ അല്ല, ഇറ്റ്സ് നോട്ട് എ പിയർ. ലൈക്ക് അവൻ, കണ്ണാപ്പി, പിന്നെ ആരാണ്, ഗോകു, കണ്ണാപ്പി, കോച്ച്, ബോബോയ്, എല്ലാരും നന്നായിട്ട് കളിച്ചു. നല്ല മാച്ച് ആയിരുന്നു. നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ കണ്ടില്ലേ ടൂർണമെന്റ്? ഇപ്പൊ ആദ്യമായിട്ടല്ലോ
പിന്നെ ലോകത്ത് ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാകുന്നത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന വേറെ ആരെങ്കിലും ഈ പദവിയിലേക്ക് എത്തുന്നവരെ എൻ്റെ ഈ സ്റ്റാർഡം അല്ലെങ്കിൽ ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ള വാക്ക് നിലനിൽക്കും. പിന്നെ ഞാനിത് അങ്ങോട്ട് കൊടുക്കും. ഹലോ 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 എലി, നീ എന്നെ ഒന്ന് ഫോൺ വിളിച്ചേ. എന്നാ പിന്നെ അടയാളപ്പെടുത്തുന്ന കാലമേ ഇത് ഘടികാരങ്ങൾ വിലക്കുന്ന സമയം. ഇത് കളക്ടർ ഭരിക്കും. കളക്ടർ ഇത് കളക്ടറിന്റെ കാലം. കളക്ടർ കുട്ടികൾക്ക് വേണ്ടി ലീവ് തന്നിരിക്കുന്നു. അടയാളപ്പെടുത്തുന്ന കാലമേ കളക്ടർ. അല്ലാ അല്ലാ ചത്തവൻ ഇതാരടാ? സ്കൂളൊക്കെ മഴയത്ത് അടച്ചിടുന്നതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇത് ഏത് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ, പക്ഷെ നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. Will you leave after you get famous? ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടതാണ്, ചെവി പോയെന്ന്. എന്റെയാ ഒരു കാര്യം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോ ഗൈസ്, ഇവിടുത്തെ സിറ്റിസൺസ് അടക്കം ബാക്കി ലൈവ് കാണുന്നവരടക്കം ഈ സെർവർ കുറച്ചു ദിവസത്തേക്ക് പോയപ്പോഴാണ് ഈ സെർവറിന്റെ വില ശരിക്കും മനസ്സിലായത്. ആർക്കും കാണാനും ഒന്നുമില്ല, സന്തോഷിക്കാനും ഒന്നുമില്ല, ചിരിക്കാനൊന്നുമില്ല, അങ്ങനത്തെ അവസ്ഥയായി സത്യം പറഞ്ഞ. നമുക്ക് അതുവരെ ഒരു നോർമൽ സെർവർ അല്ലെങ്കിൽ ഒരു GTA സെർവർ എന്നുള്ള സാധനം മാത്രമേ എക്സലാൻഡിസിനോട് ഒരു അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സിറ്റിസൺസ് ആയാലും ഈ റീൽസിൽ വരുന്ന കമന്റുകളാണേലും എല്ലാം അത് എല്ലാവർക്കും അത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സാധനം. ശരിയല്ലേ? അതെന്തോ നമ്മളൊരു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ടായിരിക്കാം. GTA RP ലൈക്ക് നമ്മള് ഇത് കളിക്കണ്ടായിരുന്നു, RDR RP കളിക്കണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓക്കെ, ബട്ട് വി കുഡൻ ഫൈൻഡ് ഹാപ്പിനെസ് ദെയർ. അതൊരു ഫാക്റ്റ് ആയിരുന്നു. നമുക്ക് അതിനകത്തൊരു ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ GTA RP കളിക്കുമ്പോൾ ലൈക്ക് നിങ്ങൾക്കറിയാം, നമ്മള് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു സാധനമാണ്. നമ്മൾ കളിക്കുന്ന സിറ്റി സോ സ്പെഷ്യൽ. അത് ഏത് സിറ്റി ആണെങ്കിലും, എസ്പെഷ്യലി എക്സ്ലാൻഡിസി വന്നതിന് ശേഷം നമുക്ക് എന്തോരം കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ആർപ്പിക്കകത്ത്. അളിയാ നീ ഒന്ന് പോയി 2 കില്ലെടുത്തേ അളിയാ, എനിക്ക് കമന്ററി പൊഴിപ്പിക്കാനുള്ളതാ. നീ പോയി 2 പേരെ അടിച്ചിട്ടേ അളിയാ. നീ ഇങ്ങനത്തെ ഈ കളി കളിച്ചിട്ട് ഞാൻ എങ്ങനെ കമന്ററി കസറും അത് പറ. You are dealing with the wrong person. സമയായിരുന്നേ. സെക്യൂർ ചെയ്യുന്നു. ജൂഡ് അവിടെ വീഴുന്നു. SMB അടുത്തൊരു നോക്ക്. വാച്ച് ബോബുന്റെ കംബാക്ക് ആണോ? വാച്ച് ബോബു അടുത്ത കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു. വാച്ച് ബോബു GTA X World Team വാച്ച് ബോബുന്റെ 2 കില്ല്. വാച്ച് ബോബുന്റെ അടുത്ത നോക്ക്. 3ാമത്തെ നോക്ക് വാച്ച് ബോബുന്. 4ാമത്തെ നോക്ക് വാച്ച് ബോബു. വാച്ച് ബോബുന്റെ ദൈവക്കളി. വാറ്റുകോക്കിന്റെ ദൈവം കളിയായിരുന്നല്ലോ. വാറ്റുകോക്ക് എനിക്ക് ഇവനോടുള്ള ഈഗോ കാരണം പോയി കളിച്ചാണെന്ന്. കംബാക്ക് ആണ് മെയിൻ ഗോട്ടിന്റെ. ഹലോ ആന്റണി, വെൽക്കം ടു ദി ലൈവ്ടാ. കാസ്പിനെ ആഹാ സീരിയസ്ലി ആണ് എന്റെ ബെറ്റ്. 10-15 ബെറ്റ് വെച്ചിരുന്നാ. 10,000 രൂപ വെച്ച് എല്ലായിടത്തും പോയി 10,000 രൂപ. നിങ്ങൾക്ക് ഒരു 10,000 രൂപയുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഈഗിളിനെ വിളിക്കുക. എന്നിട്ട് ഇപ്പം നടക്കുന്ന എന്തെങ്കിലും ഒരു പരിപാടിക്ക് അങ്ങ് ബെറ്റ് വെക്കുക. പുള്ളി ബെറ്റ് വെക്കുന്ന എന്തായാലും നടക്കാൻ പോകുന്നില്ല, നമ്മുടെ ഭാഗത്തായിരിക്കും. അതിന് എന്താണെന്നുണ്ടെങ്കിലും നമുക്കായിരിക്കും ഫേവറബിൾ ആയിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് 10,000 രൂപയുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡൂ ദാറ്റ്. ഓക്കെ, ചെയ്താൽ മതി.
10,000 രൂപ നിങ്ങൾക്ക് നിങ്ങൾ അപ്പോഴേ എന്താന്ന് വെച്ചാൽ അത് പ്ലാൻ ചെയ്തോണം 10,000 രൂപയ്ക്ക്. കാരണം അത് അങ്ങനെ സംഭവിക്കത്തുള്ളൂ. നല്ല ടാഗ് കൊടുക്കുന്നു DX ബാബുക്ക്. നല്ല ടാഗ് DX. ഓക്കേ, ജർമ്മൻ കണ്ണാപ്പിയും കില്ലോയും കണ്ട നല്ല ടാഗ് കൊടുക്കുന്നു. DX ലെ പ്ലേയേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല ടാഗ് കൊടുക്കും. നമുക്ക് നോക്കി നോക്കാം. ടിവിയെ പുഷ് ചെയ്യാൻ, അഗ്രസീവായിട്ട് പുഷ് ചെയ്യാനുള്ള പ്ലാൻ തന്നെയാണ്. കില്ലോ ആദ്യത്തെ നോക്കെടുക്കുന്നു. കില്ലോ രണ്ടാമത്തെ കില്ലോ ഫിനിഷ് ഡീനോടെ നോക്കാവുന്നു. ജർമ്മൻ കണ്ണാപ്പി ഒരു നോക്കെടുക്കുന്നു. ബോബോയ് ഒരു നോക്കെടുക്കുന്നു. വാച്ച് ബോബോ ഒരു നോക്കെടുക്കുന്നു. കില്ലോ അടുത്ത നോക്കെടുക്കുന്നു. വളരെ കുറച്ച് പ്ലേസ് മാത്രം. നല്ലൊരു മോൾട്ടോ പോയി കണ്ണാപ്പിയുടെ ഒരു മോൾട്ടോയിൽ ആ റിവൈവൽ ക്യാൻസൽ ആയിട്ടുണ്ട്. പുഷ് ചെയ്ത് ബോബോയ്, ജർമ്മൻ കണ്ണാപ്പി ഒരു പിക്ക്, ബോബോയ് ഒരു പിക്ക്, അമ്പത്തൂർ ഒരു പിക്ക്, ജൂഡ് ഒരു പിക്ക്. ടിവിയെ അവിടെ ഒരു ടീം നോക്കായി. അപ്പുക്കുട്ടൻ അവിടെ നോക്കായി. ജർമ്മൻ കണ്ണാപ്പി ഒരു നോക്കിയിട്ടുണ്ട്. ജർമ്മൻ കണ്ണാപ്പി രണ്ട് നോക്കിയിട്ടുണ്ട്. കില്ലുവ അവിടെ കില്ലുവയും എല്ലാവരും ചേർന്ന് അടിക്കുന്നുണ്ട്. നോക്കാം. ജർമ്മൻ കണ്ണാപ്പി അടുത്ത് നോക്കുന്നുണ്ട്. ജർമ്മൻ കണ്ണാപ്പി ഒരു 3 നോക്സ്. ലോലൻ മാത്രം തോന്നുന്നു ബാക്കി. ലോലനും കൂടി ഉള്ളില്ല. ലോലൻ നോക്കായി. അവിടെ രായനും ജർമ്മൻ കണ്ണാപ്പി മാത്രം ബാക്കിയുള്ളൂ. ഒരു 3 vs 2 vs 3 സിറ്റുവേഷൻ. ഞാൻ ഇന്നലെ ഈ മാച്ച് കണ്ടായിരുന്നു. എലി എന്തരാണ് പ്ലാൻ ചെയ്ത് 10Kക്ക്. ഞാനാണെങ്കിൽ മറ്റേ നൈക്കയുടെ സെയിൽ നടക്കുമായിരുന്നു. ആ സമയത്തായിരുന്നു ഈ പൊട്ടം വന്നിട്ട് എനിക്ക് 10,000 രൂപ തരാമെന്ന് പറഞ്ഞത്. അർജന്റീന തോറ്റ 10,000 രൂപയുടെ സാധനം ഞാൻ വാങ്ങിച്ചു. എനിക്കതാണ് ലാഭം ഉണ്ടായത്. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ആ കാശ് ഇറക്കാനുള്ളൊരു മടി കാരണം ഞാൻ ഇങ്ങനെ കാശില്ല ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വിഷമയോ ഇതൊക്കെ ഞാൻ എങ്ങനെ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതാ വരുന്ന ഒരുത്തൻ 10,000 രൂപ ബെറ്റെന്ന് പറഞ്ഞിട്ട് കിട്ടി. കണ്ണാപ്പി ഡീമനെ കത്തിച്ചെന്ന്. കണ്ണാപ്പിയാണോ ഡീമിനെ കത്തിച്ചേ? ആണോ? തന്തയെ കണ്ടുപിടിക്കാൻ എന്നാൽ തന്തയെ കണ്ടുപിടിക്കാൻ ആർപ്പിയാണ്. അയ്യോടാ, അപ്പൊ വാസി ഉണ്ട് ഈടാ. ഇത് സത്യം പറഞ്ഞ ഞാൻ ഈഗിൾബ്രോടെ കൂടെ ഇരിക്കുമ്പോ കാണണമെന്ന് വിചാരിച്ചതാ ഈ വീഡിയോ. എന്താണ് റിയാക്ഷൻ? ആ വീഡിയോയിൽ അവൻ ലോഗോ കാണിച്ചല്ലേ. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ലോക്കോ നോക്കട്ടെ. ഇതൊക്കെ ഒരു കാലം. ഇന്നത്തെ പരിപാടി എത്ര ഉള്ളു വന്ന് ശരി എല്ലാരും ചിരി. വീഡിയോ മാത്രമേ ഉള്ളല്ലോ. ഞാനും ആലോചിക്കുന്നത്. എല്ലാത്തിനും എടുക്കും. ഇന്നലെ ആ ബ്ലാക്ക് മാഫിയ നല്ലപോലെ എല്ലാത്തിനും എടുക്കോടാ. റഷ് ചെയ്ത് മസിലുണ്ടല്ലോടാ. എല്ലാരും അടിക്കുക. എല്ലാരും എടുക്കും. ചെയ്യും. എല്ലാത്തിനും ചെയ്യും. എല്ലാത്തിനും ചെയ്യേ. നാണമില്ലല്ലോ. ഓ ഇവരൊക്കെ ഇപ്പൊ എക്സിസ്റ്റ് ആണോ? ഈ ബോബോയ്ക്ക് ഇപ്പൊ എക്സിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ? മറ്റേ ടീ കാപ്പിന് അടിഞ്ഞില്ലേ? ചാർലിയുടെ ചങ്ക്. സ്വന്തമായിട്ട് ഡ്രസ്സിലാണ് ഡ്രസ് കോപ്പി അടിച്ചിട്ടേ പോരാൻ ഡയലോഗ് അടിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? സെറ്റിംഗ്സില് മാർക്കർ മാറ്റിയാൽ മതി. എല്ലാരും അടിക്കുക. പിന്മായിക്കോ, തോറ്റ് പിന്മായിക്കോ. എല്ലാത്തിനും അടിക്കും. എല്ലാരെയും തോറ്റ് പിന്മായിക്കോ. എല്ലാത്തിനും അടിക്കും. അൾട്രാ ചൊറി. നിങ്ങൾ ആ വീഡിയോയില് ബോബോയുടെ മാത്രം സൗണ്ട് ഒന്ന് കേട്ടോക്കണം. ബോബോയുടെ മാത്രം, വേറെ ആരും നിങ്ങൾ കേൾക്കണ്ട. ബോബോയിന്റെ മാത്രം. അമി, ഹായ് അമി, സുഖാണ് നിനക്ക്? പരിപാടിയാണ്. സോണത് ടിവി അമ്പത്തൂർ സിംഗ് അവിടെ ഒരു നോക്ക് ഫിനിഷ് എടുത്തിരിക്കുന്നു. ആ കില്ലോ അടുത്തൊരു നോക്ക് ഇട്ടേക്കുന്നു. കില്ലോ ടിവി SMB അവിടെ വാറ്റ് ഗോഗു അടുത്തൊരു നോക്ക് ഇട്ടിരിക്കുന്നു. വാറ്റ് ഗോഗുന്റെ ഒരു ഉഗ്രൻ നോക്ക്. കോച്ച് അവിടെ അടുത്തൊരു കില്ലോട് സെക്യൂർ ചെയ്യുന്നു. ജൂഡ് അവിടെ വീഴുന്നു. SMB വാറ്റ് ഗോഗുന്റെ അടുത്തൊരു നോക്ക്. വാറ്റ് ഗോഗു
വാറ്റ് ഗോകുന്റെ കംബാക്ക് ആണോ? വാറ്റ് ഗോകു അടുത്തൊരു കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു. തലവേദനയാണല്ലോ ഇതിപ്പോ. ആദ്യത്തേന് ഞാൻ സൂപ്പർ വാച്ച് ഗോകുവിന്റെ PR അല്ല ഇത്, വാച്ച് ഗോകു ഡിസേർവ്ഡ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തേനും ഞാൻ പറഞ്ഞു അതെ വാച്ച് ഗോകു ഇത് നല്ലതായിരുന്നു നല്ലപോലെ. മൂന്നാമത്തേനും ഞാൻ പറഞ്ഞു അതെ വാച്ച് ഗോകു കൊള്ളായിരുന്നു. നാലാമത്തേനും നമ്മൾ പറഞ്ഞു വാച്ച് ഗോകു കില്ലെടുത്തു. ഇതിപ്പോ ഇത് എത്രാമത്തെയാ? ഞാൻ എന്തോ പറയണ്ടേ? എക്സ് വള്ളി ടീം വാറ്റ് ഗോകുന്റെ വക 2 കില്ല്. മാമൻ സബ്ബായി വന്ന് വാറ്റ് ഗോകുന്റെ അടുത്ത നോക്ക്. മൂന്നാമത്തെ നോക്ക് വാറ്റ് ഗോകുന്. നാലാമത്തെ നോക്ക് വാറ്റ് ഗോകു. വാറ്റ് ഗോകുന്റെ ദൈവക്കളി. മാമന്റെ അടുത്തൊരു നോക്ക്. അമ്പത്തൂരിന്റെ അടുത്തൊരു നോക്ക്. ലോലന്റെ അടുത്തൊരു നോക്ക്. ലോലൻ അമ്പത്തൂർ അത് ഫിനിഷ് ഓഫ് വിടുന്നു. ലോലൻ അത് ഫിനിഷ് ഓഫ് വിടുന്നു. വാറ്റ് ഗോകു. ഓ ഡീമൻ ഫിനിഷിംഗ് ഓഫ് വാറ്റ് ഗോകു. എന്തൊരു അടി അടിച്ച് ഗോകുനെ വിളിച്ച് പീസ് ചെക്കാണ്. വർഷങ്ങളായി കളിച്ചിട്ട് ഇതൊന്നും ശരിയല്ല, ഇത് നടക്കത്തില്ല, ഇത് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത. ഇനി എന്തൊക്കെ താളം കേൾക്കണം. ടി വി എടുത്തോണ്ട് അടുത്തൊരു പുഷ് ചെയ്ത് വരുന്നു. ടോക്കിയോ ഇവിടെ ഡീമൻ ഇവിടെ ഒറ്റയ്ക്കായിട്ടുണ്ട്. ഡീമൻ ഇവിടെ ഒറ്റയ്ക്കായിട്ടുണ്ട്. അവിടെ ടോക്കിയോ ലോലൻ അവിടെ നോക്കിട്ടു. ആൻഡ് സോൺ വന്നു. ഒന്നും ചെയ്യാനില്ല ഇനി. സോൺ വന്നു. സോൺ നോക്കി കളിക്കണമായിരുന്നു. സോൺ ടിവിക്ക് നല്ല പണി കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ടിവിക്ക് അകത്തോട്ട് അകത്തോട്ട് വരുന്നു. ഡീമൻ ഡീമൻ എന്റെ അമ്മോ അവിടെ അടിച്ച് വൈപ്പാക്കിയിരിക്കുന്നു ടിവിയെ. ലാസ്റ്റ് മാച്ച് ആയിരുന്നു. അയ്യോ ഞാനത് ആലോചിച്ചു. ഞാൻ കണ്ട മാച്ചിൽ വാച്ച് ഗോകു ഇത്ര കില്ലെടുത്തില്ലല്ലോ എന്ന്. ഞാൻ കണ്ടതല്ല, ഞാൻ കണ്ടത് കണ്ണാപ്പി തീ പറക്കി അറിയുന്നതൊക്കെയാണ്. ലാസ്റ്റ് മാച്ച് ആയിരുന്നല്ലേ. എന്താ ബാത് കേട്ടാ? വിവരമില്ലതും തീർന്നു എന്നാ കേട്ടത്. ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രൻ നായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. തീരാണ്ട് നിൽക്കൂ, വെട്ടി കീറി കളഞ്ഞില്ലേ 18 വെട്ടാ. അത് അങ്ങനെ ചാവുന്ന വഴിയൊന്നും അല്ല, തലയർത്തിട്ടാ കൂടും. അതായത് നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന്. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴും ഈ നിലയിലും എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയൊന്നുമാവില്ല. ഒന്നാളെ ഞാൻ പഠിക്കണ കേട്ടോ. ഇതൊന്നും അല്ലാത്തൊരു നീലാണ്ടെന്ന് വെച്ചാ അത് മറ്റാരോ ആയി പോവും. എന്താല്ലേ എന്ത് ഓറയായിരുന്നു. എന്ത് ഓറയാണ് ലാലേട്ടൻ. ചായ കുടിച്ചോ ചേച്ചി? ആൻഡ് എവ്രി വൺ ഇവിടെ ഉള്ള ആരും ചായ കുടിക്കാറില്ലെന്നാണ് ഈ കള്ളന്മാർ എന്നോട് പറയാറ്. അവർക്ക് ആർക്കും ചായ ഇഷ്ടമല്ല എന്നാണ് ഇവിടെ പറയാറ്. ചിൻഫിറെ ഹായ്.